ഹായ് കൂട്ടുകാരെ, പ്രയാഗ്രാജിൽ നിന്നും നേരെ പോയത് വാരണാസിയിലേക്കായിരുന്നു. 2 രാത്രിയും 2 പകലും നിറഞ്ഞതായിരുന്നു എൻ്റെ കാശിയിലെ സമയം. വിശ്വാസത്തിൻ്റെ വിസ്മയകരമായൊരു ലോകമാണ് കാശി. ഞാനെന്ന ഭാവത്തെ ഗംഗയിൽ മുക്കി ഒഴുക്കിക്കളയുമ്പോൾ ഞാനെന്ന നിസ്സാരമായ മനുഷ്യൻ്റെ നിഷ്കളങ്കമായ ഭാവങ്ങൾ നാം തിരിച്ചറിയുന്നു. കാശിനാഥനെ തൊഴുതു വണങ്ങി അസിഘാട്ടിലേക്കുള്ള യാത്രയിൽ ഗംഗാതീരത്തിൻ്റെ പുണ്യമായ ഘാട്ടുകളെ താണ്ടി നീങ്ങുന്ന ഓരോ നിമിഷങ്ങളും ഇന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ഭുത പ്രതിഭാസങ്ങളിലൂടെയായിരുന്നു. അതിൽ പ്രധാനമായിരുന്നു ശവശരീരങ്ങൾ കത്തിയെരിയുന്ന മണികർണിക ഘാട്ട്. 1000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൺമുന്നിൽ കത്തിയെരിഞ്ഞു തീരുമ്പോൾ നാം മനസ്സിൽ കുന്നുകൂട്ടിയ ചിന്തകളും അതോടൊപ്പം കത്തിയെരിഞ്ഞു തീരുന്നു. നീയാകുവാൻ, നീ നിന്നിലാകുവാൻ. കാശിയിലെ കാഴ്ചകൾ, അനുഭവങ്ങൾ നിങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നു. ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ യാത്ര തുടരവേ ഞാൻ ഹനുമാൻ ഘാട്ടിൽ കുറേ നേരം ഇരുന്നു. കാഴ്ചകൾക്കും ഇത വീശുന്ന കാറ്റിൽ പോലും സമാധാനത്തിൻ്റെ ഗന്ധം നിറഞ്ഞിരുന്നു. സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിൽ തണുത്തൊഴുകുന്ന ഗംഗയെ നോക്കിയിരിക്കുന്ന നേരം മനസ്സും വല്ലാതെ തണുത്തപ്പോൾ തോന്നി. സമയം ഉച്ചയോടടുത്തിരുന്നു. വിശപ്പ് തോന്നി തുടങ്ങുമ്പോഴേക്കും ഹനുമാൻ ഘാട്ടിലെ ആശ്രമം ഞങ്ങൾക്കായുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. പൈസയൊന്നും കൊടുക്കാതെ വരുന്നവർക്കും പോകുന്നവർക്കും അവിടെ നിന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാമായിരുന്നു. ശോഭഗിരി മഹാരാജ് എന്ന നാഗസന്യാസിയായിരുന്നു ആ ആശ്രമത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. ഹരിയാനയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. കുംഭമേളയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഹോളി കഴിയും വരെ അദ്ദേഹം കാശിയിൽ തന്നെ ഉണ്ടാകും. എനിക്കും ആ രാത്രി ആ ആശ്രമത്തിൽ കഴിയണമെന്നുണ്ടായിരുന്നു. കാരണം അവിടെ നിന്നും 25 അടി സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ ഗംഗയാണ്, പുണ്യമായ ഗംഗ. അതിരാവിലെ എണീറ്റ് അവിടെ ഒന്ന് മുങ്ങി അവിടെ നിന്നും നേരെ അസിഘാട്ടിലേക്ക് പോകാനായിരുന്നു അപ്പോൾ തോന്നിയത്. എൻ്റെ ആഗ്രഹം ഞാൻ ഗുരുവിനെ അറിയിച്ചു. അദ്ദേഹം 2 കൈകളും നീട്ടി എന്നെ സ്വീകരിച്ചു. അന്നു രാത്രി അവിടെ കിടന്നുറങ്ങിയ ശേഷം അതിരാവിലെ എണീറ്റ് ഗംഗയിൽ മുങ്ങി ഞാൻ അസിഘാട്ടിലേക്ക് നടന്നു.